അകത്തൊക്കെ കയറി മൊത്തം ഞങ്ങൾ വീണ്ടൊക്കെ പോയി എല്ലാവരും. എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം ഇതിൻ്റെ അതിരൂക്ഷമായ കടലാക്രമണം വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. കടൽ വരും ഇതിനെ കൂടി പോകും. പക്ഷേ കഴിഞ്ഞ കൊല്ലമാറ്റാണ് കയറി ആകെ നാശമായിപ്പോയി. ഈ പ്രാവശ്യം കയറി കടൽ വന്ന് ഞങ്ങൾ കണ്ടില്ലേ, അതാണ് കിടക്കണം. ഇവിടെയൊക്കെ ഫുള്ളായിപ്പോയി. ഇവിടത്തോളം ആണെങ്കിൽ അകത്തോട്ട് കയറിയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. പിന്നെ സമരമാറ്റുകൊണ്ടെന്ന് പറയണം. അല്ല, എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പ്രയാസം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അവരിൽ ചെയ്യാനുള്ളത് ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ വന്നിട്ടൊന്നും കണ്ടിട്ടില്ല. കല്ലില്ല ഞങ്ങളൊക്കെ വന്നപ്പോൾ. ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് ഇവിടെ കല്ലെല്ലാം വന്നത്. വീട് അങ്ങോട്ടൊക്കെ വീട് കുറവാണ്. പിന്നെ ഇപ്പം മൊത്തം വീടായി, എല്ലായിടവും വീടായി, എല്ലാം പോയി എല്ലാവരുടെയും. അങ്ങോട്ടൊക്കെ ഒന്ന് ചെന്ന് കാണണം. അവിടെയൊക്കെ സങ്കടം ആരോട് പറയും? ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അധികാരി വന്നിരുന്നോ ഈ നിങ്ങളുടെ പ്രയാസം എന്താണ് ബാധിച്ച ഈ കടൽക്ഷോഭം എത്രമാത്രം ബാധിച്ചു എന്നൊക്കെ ചോദിച്ചാലും? എന്ന് വെച്ചാൽ അമ്മച്ചി ഒരിടത്തും പോകില്ല. അമ്മച്ചിക്ക് പാലിൽ പനിയായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ പുറത്തിറങ്ങി പോണത് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പോകും. എനിക്ക് കാലിന് പാലാത്തതുകൊണ്ട് ഞാൻ പോകില്ല. ഇങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ? ഇങ്ങോട്ട് ആരും വന്നില്ല. കളയും. അതെ, എത്തിപ്പിടി കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റിക്കളയാം. പിന്നെയും വരുമല്ലോ. ഇപ്പം പറയാൻ പറ്റൂലല്ലോ, ഇനിയും വരും. ഉച്ച കഴിയുമ്പോൾ കടൽ കയറാൻ തുടങ്ങും. ചിലപ്പോൾ കാലത്ത്, ഇനി ദിവസമൊന്നുമില്ല. നമുക്കൊന്ന് പിന്നെ ദൈവം നമ്മളെ കാക്കണമെന്ന്. രാത്രി കയറില്ല. ഉറക്കണ സമയത്ത് ആരും അറിയും. വെള്ളത്തോട്ടൊക്കെ കയറി ആരും അറിയില്ല. ഒന്നും പറയാൻ പറ്റൂല. പിന്നെ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയൊന്നുമില്ല. നമുക്കൊരു മാർഗമില്ലാത്ത ആൾക്കാരാണ്. കിട്ടാൻ പോലില്ല, കിട്ടാൻ മരിച്ചു പോയതാണ്. ഈ മത്സ്യബന്ധനത്തിൽ നിന്നായിരുന്നു ഉപജീവനമൊക്കെ? എന്തോ മത്സ്യബന്ധനം ഞാൻ പണിക്ക് പോകുമായിരുന്നു. ഇപ്പം എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ മോനുണ്ടായേ, മോനുറക്കമാണ്. ആ നൈറ്റും കഴിഞ്ഞ് വന്ന് കിടക്കണേ. കൊച്ചിനും പാടില്ലാണ്ട് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും വന്ന് കിടക്കണേ. ഈ കടൽക്ഷോഭം കാരണം നിങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ഇപ്പോൾ ഇതിന് ബുദ്ധിമുട്ടിലാണ്. പണിക്കൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. ആകെ ഇത്തിരി ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കണത്. പിന്നെ ഈ വെള്ളക്കയറ്റത്തിൻ്റെ ആ ഒരു വേദന എല്ലാം കൂടിയൊക്കെ ആകെ തകർത്തിരിക്കുകയാണ്. വീടുകളിലൊക്കെ വെള്ളം അടിച്ചു കയറി. വീടുകളിലൊക്കെ വെള്ളം അടിച്ചു കയറി. ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഈ തീരദേശ മേഖല കടൽഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസം. ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും വെള്ളം കയറുന്നത്. കടൽഭിത്തി വന്നം, കരിങ്കല്ല് തന്നെ വന്നം. അതായത് കടലിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. രണ്ട് ജിയോവ്യാഗ് തൽക്കാലം ഒരു ശാന്ത നടത്തുന്നതാണ്. അത് രണ്ട് കൊല്ലം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കരിങ്കല്ല് തന്നെ ഇവിടെ വന്നം. എന്നാലേ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കൊച്ചുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള ആണുങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടാണെങ്കിലും പണിക്ക് പോകാൻ പറ്റിയല്ല. നമ്മൾ ഇതും കാത്ത് കെട്ടിക്കിടക്കണം. നമ്മൾ പട്ടിണിയാവുക. എല്ലാ വർഷവും നിങ്ങളിങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. പക്ഷേ ഇതിന് പരിഹാരം ഉണ്ടാകും? പരിഹാരം ഒന്നും എടുക്കണില്ല. അധികാരികൾ തീരുമാനമൊന്നും എടുക്കണില്ലല്ല. ഇങ്ങനെ വന്നെങ്കിലും പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോകും. വേറെ ഇവിടെ അത് കഴിയുമ്പോൾ ഇപ്പം വെള്ളം കയറ്റം കഴിയുമ്പോൾ വേറെ പ്രശ്നവും ഒന്നുമില്ല. ഒന്നും തീരുമാനിക്കണില്ല. അന്നേരത്തെ ഒരു ശാശ്വത പരിഹാരം മണൽച്ചാക്കൊക്കെ നിറച്ചൊരു അത് ചില പാർട്ടിയുണ്ട്, ചില പാർട്ടി വെച്ചിട്ടുമില്ല. ചില പാട്ടിനെ ഉള്ളു. ഇപ്പോൾ ഇവിടെ വെള്ളം കയറാൻ ഇപ്പം ഇല്ലാച്ചെങ്കിൽ ഞങ്ങളിവിടെ തകർന്നു പോയാലോ. തെക്കേ വശത്തെ പോരാൻ ഇവിടെ എന്ന് വെച്ചാൽ ഈ കരിങ്കല്ല് ഇടിച്ച് മറിഞ്ഞ് കിടക്കുകയല്ല. കടലിങ്ങനെ കയറാൻ വളരെ എളുപ്പമാണ്. വലിയ തരം ഇപ്പം ഇതേപോലെ കിടക്കണല്ലേ. കടല് കൂടുമ്പോൾ നല്ല ശരിക്കും പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിങ്കല്ലൊക്കെ ഒന്നും കാണിക്കില്ല. കാണാണ്ട് അടിച്ച് കയറണം. അപ്പം മണ്ണല്ലേ, ഇത് ഒഴുകി പോവുകയും ചെയ്യും. കരിങ്കല്ല് തന്നെ വന്നം. എന്നാലേ ഇവിടെ അതൊക്കെ സമാധാനമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ പണിതരുന്നില്ല. ടൊട്രോപ്പാട് വരണം. അവിടെ പണിത് വരാനുള്ള സംഗതി ഇവിടെയും വല്ല. അതാണ് ഇപ്പം ആളുക പറയണത്. അവിടത്തെ പോലെ തന്നെ ഇവിടെ ശരിയാക്കണമെന്ന് പറഞ്ഞത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വർഷം വരുമ്പോൾ കൊല്ലം ഇത് തന്നെയാണ് ആദ്യം. ഈ കൊച്ചുങ്ങളെ പെണ്ണുങ്ങളായിട്ട് അങ്ങാടും ക്യാമ്പിലും പോയി അങ്ങാടും പോയി ഇത് തന്നെ പണിയാണ് കൊല്ലം. അപ്പോൾ കുറേ കൊല്ലമായി ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാതെ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും? അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അവർക്ക് കണക്കൂട്ടും കാര്യങ്ങളും നമുക്കറിയാൻ പാടില്ല. നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റണ്ട.
അത് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മ ഈ വെള്ളത്തിൽ കാലവർഷം ഇങ്ങനെ ഉണ്ടാകുമെന്നും അതിനുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെ അവർക്ക് അറിയാം. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ ഈ വീടുകളിലേക്കൊക്കെ കടലൊക്കെ ഇങ്ങനെ രൂക്ഷമായി അടിച്ചു കയറി വരുമ്പോൾ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നു. താൽക്കാലിക ഒരു പരിഹാരമാണ് ഇപ്പോൾ ഈ ജിയോ കണ്ടുപിടിച്ചേക്കുന്നത്, താൽക്കാലികം. അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കരിങ്കല്ല് തന്നെ വന്ന, കരിങ്കൽ ഭിത്തി തന്നെ വന്ന. അല്ലാണ്ട് ഈ കടലിന് ഒരു ശാശ്വതം ഉണ്ടായില്ല. അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ പറ്റപ്പെട്ട് നിൽക്കുന്ന വീട് അങ്ങനെ. ഇനിയിപ്പോൾ കടലിപ്പോൾ ഇങ്ങനെ കിടക്കണം നോക്കണ്ട. ഇനിയിപ്പോൾ കർക്കിടക ഭാവം എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതിലൊക്കെ കടലിൽ കയറാൻ വളരെ സാധ്യത ഉണ്ട്. ഇപ്പം ഇത്തിരി നേരം ശാന്തതപ്പെട്ടേക്കാണ്. ഈ കടലിളകി കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണം മാറും. ചിലപ്പോൾ ഇത് ഇന്നത്തെ ഇളക്കത്തിന് ഈ മണ്ണും ഈ ജീവോപമൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ തുറവായിട്ടേക്കണം അവിടെ. താൽക്കാലികമായിട്ടൊരു സംവിധാനമാണ് ഇതിപ്പോൾ ഇങ്ങനെ അകന്ന് നിൽക്കണ കൊണ്ടാണ് ഇത്തിരി നിൽക്കണത്. അല്ലെങ്കിൽ ഇവിടെ കയറി വെള്ളം ഒഴിയാനോ. വളരെ ഈ ചെല്ലാനം മേഖലയിൽ തീരദേശവാസികൾ വളരെ ഒരു പ്രയാസത്തിലാണ്. പക്ഷേ ഇതിന് ഈ കടൽക്ഷോഭം ഉണ്ടാകുമെന്നൊക്കെ സർക്കാരിന്, പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാകുന്നില്ലല്ലോ. ശാശ്വതമായ പരിഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെല്ലാനം മേഖലയിൽ ഇപ്പോൾ 7 കിലോമീറ്റർ ട്രാപ്പോട് കടൽഭിത്തി ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ ആയിരുന്ന MLA MG ഒക്കെ കോൺഗ്രസിൻ്റെ ആയിരുന്നു. 10-20 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഒരു കല്ല് പോലും അവർ എടുത്തിട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ രൂക്ഷമായ കടലിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടം വരെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള മേഖലകളിലും ജനങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശാശ്വതമായിട്ടൊരു പരിഹാരം നമ്മൾ അതിനെ തേടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീരം തന്നെ എടുത്തു പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഏത് സർക്കാർ വന്നാലും മതി, നമ്മുടെ തീരദേശത്തെ സംബന്ധിച്ച് മത്സ്യബന്ധമായിട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളാണല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യമാണ്. ഇനി പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വർഷവും ഈ 3-5 എല്ലാ വർഷവും ഈ പറഞ്ഞ ചാനലുകൾ വന്നിട്ട് ചോദിക്കും. ഞങ്ങൾ ഇത് തന്നെ പറയുന്നത്, തുടർച്ചയായിട്ട് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനകീയ വേദി എന്ന് പറഞ്ഞൊരു സംഘടന നമുക്കിവിടെ ഉണ്ട്. 2-3 വർഷക്കാലമായിട്ട് സമരത്തിലാണ്. അത് കുറച്ചൊക്കെ അവർ ഈ സപ്പോർട്ടുള്ളത് കൊണ്ട് ജനങ്ങളിങ്ങനെ നിന്ന് പോകുന്നു. ഇനിയും ഇങ്ങനെ ഇട്ടുണ്ട് എന്നാൽ ഈ ജനങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം. അതുപോലെ തന്നെ കാലാവസ്ഥ വർഷം തോറും വ്യതിയാനത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റാണ് ഇപ്പോൾ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ കല്ലിൻ്റെ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കുള്ളൂ. ഈ മണ്ണ് പാടെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കടലിനൊക്കെ പോകുന്ന സാഹചര്യമാണ്. നല്ലൊരു കടലിൽ വന്ന് എൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പുറത്ത് വന്ന് കുത്തും വെള്ളം. എൻ്റെ 2 വർഷം മുമ്പ് കയറിയതാണ്. ഈ മതിലെല്ലാം പോയതാണ്, കടലിൽ കയറി പോയതാണ്. അങ്ങനെയുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. സർക്കാർ ഇതെല്ലാം ചേർന്ന് നിങ്ങളൊരു ഭീതിയോടുകൂടിയാണ് എപ്പോഴും കഴിയുന്നത്. യെസ്, നല്ല രീതിയിൽ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഉണർന്നിരുന്നുള്ള സാഹചര്യമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് കടലിൻ്റെ സ്വഭാവം മാറണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റഫ് സീസണാണ് കൂടുതലും. മറ്റേ നമുക്ക് വേനൽക്കാലത്ത് വലിയ പ്രശ്നമില്ല. റഫ് സീസൺ അപ്പോൾ ഈ വേനൽക്കാലത്ത് എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ മാത്രമേ റഫ് സീസൺ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നഷ്ടപരിഹാരം അങ്ങനെയെല്ലാം കിട്ടുന്നുണ്ടോ? നഷ്ടപരിഹാരം ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നല്ലാണ്ട് അത്ര ഹെവി ആയിട്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 10-25 കിട്ടിയാൽ കിട്ടി. അത് ഉറപ്പില്ല, കിട്ടുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല. കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്. സംസ്കൃതമായിട്ടുള്ള പ്രതികരണത്തെ കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സ്യബന്ധനം അങ്ങനെയുള്ള ഉപജീവനമൊക്കെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മത്സ്യബന്ധനം നടത്തി. പക്ഷെ അതിനൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ? സാഹചര്യമുണ്ട്. 2-3 ദിവസമായിട്ട് നമ്മൾ ഹർത്താൽ സമരങ്ങളൊക്കെ ആയിരുന്നു, വഴിതടയൽ സമരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപജീവന മാർഗം തുടങ്ങി പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ പട്ടിണിയിലേക്ക് പോകത്തില്ലേ? അല്ല, പട്ടിണിയിലേക്ക് പോകുന്നത് നമ്മൾ അങ്ങനെ അത്ര പട്ടിണിയിലേക്ക് പോകുന്നു. എന്നാലും ഇവിടെ സന്മനസ്സുകളുടെ സഹായത്തോടെ ഫുഡൊക്കെ വിതരണമൊക്കെ ഉണ്ട്. പാർട്ടി ബേസിലല്ല, അത്തരം രീതിയിൽ സന്മനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാം. നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന MLA ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ അവിടം വരെ അത് ഫുൾ സ്റ്റോപ്പ് ആക്കാതെ ഫുള്ള് ഈ പഞ്ചായത്ത് കവർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് പരിഹാരമാകത്തുള്ളൂ. മൊത്തം ഈ ചെറിയ കടവ് വരെ ഇത് പൂർത്തിയാക്കണം. അല്ല, ചെറിയ കടവല്ല, കൈതവേലിയാണ് നമ്മുടെ ചെല്ലാനം അതിരി. അവിടം വരെയെങ്കിലും പഞ്ചായത്തിൻ്റെ അനീതിയിൽപ്പെട്ട രീതി സ്ഥലം അതാണ്. അപ്പോൾ ബാക്കിയുള്ളത് കോർപ്പറേഷനാണ്. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ സേഫായെന്ന് കാര്യമില്ല, അങ്ങോട്ട് സേഫ് ആകണം നമ്മൾ. അതോടൊപ്പം തന്നെ ഈ ചെളി അഴുക്കൊക്കെ നിങ്ങളുടെ ഈ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ അതെ വീടുകളിൽ അടിയുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഉണക്ക വെയിൽ വരുമ്പോൾ നമ്മൾ എടുത്ത് കളയും. വീണ്ടും ഈ പറഞ്ഞ പോലെ പഴയ രീതിയിൽ തന്നെ വരും. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ നല്ലതായിരിക്കും.
ചേച്ചി ഈ പ്രദേശത്ത് ഇങ്ങനെ ഈ കടൽക്ഷോഭം അതിരൂക്ഷമാണ്, കടലിനോട് ചേർന്നുമാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ അങ്കമാടി വർക്ക് ചെയ്യുന്നത്. എത്രമാത്രം നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്? അത് കുട്ടികളെ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, അമ്മമാർ കുറവാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിലും നീന്തി ഇപ്പോൾ കണ്ണമ്മാലി പള്ളി വരെയൊക്കെ നടന്നൊക്കെയാണ് ഇവിടെ നിന്ന് പോയത്. നല്ല ഇവിടെയൊക്കെ വെള്ളം കയറുമോ? അകത്ത് കയറി, ഇപ്പോൾ വെള്ളം കയറിയതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കെട്ടി വെച്ചത്. ഇപ്പോൾ 2-3 കൊല്ലങ്ങളായിട്ട് കയറുന്നുണ്ട്, അകത്ത് കയറുന്നുണ്ട് വെള്ളം. ബുദ്ധിമുട്ടാണ്. ഒരു പരിഹാരം ഇതിനൊക്കെ വേണ്ടേ? വേണം, ടെട്രാപ്പോഡ് തന്നെ പരിഹാരം, അല്ലാതെ വെറുതെ ഇങ്ങനെ കല്ലിട്ടിട്ടും കാര്യമില്ല. ടെട്രാപ്പേഡ് ഇപ്പം എൻ്റെ വീട് ചെല്ലാനത്താണ്, ഞങ്ങൾക്ക് അവിടെ സുരക്ഷിതമായിപ്പം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കടൽ കയറുമ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ വൃത്തിയാക്കിയിട്ട് വന്ന് ഇവിടെയും വൃത്തിയാക്കണമായിരുന്നു. ഇപ്പോൾ ആളെയൊക്കെ നിർത്തിയാണ് നമ്മൾ അങ്കവാടി വൃത്തിയാക്കിയത്. അകത്തൊക്കെ കയറി വെള്ളം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രമാത്രം കടൽക്ഷോഭം രൂക്ഷവും അതുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറുന്നതുകൊണ്ട് കുട്ടികളെയൊക്കെ വിടാനൊരു പ്രയാസം മടിയൊക്കെ ഉണ്ടോ? വിടാൻ മടിയാണ്. ഇന്നിപ്പോൾ 2 പേരെ വന്നിട്ടുള്ളൂ. പേടിയാണ്, പിള്ളേർ വന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഓടാൻ പറ്റൂലല്ലോ. അപ്പം അമ്മമാരെ തന്നെ പറഞ്ഞ് കടൽക്ഷോഭം കഴിഞ്ഞിട്ട്, കടലേറ്റം കഴിഞ്ഞിട്ട് കുട്ടികളെ വിടാമെന്ന് പറഞ്ഞു. മഴക്കാലമല്ല, ഈ കടൽ കയറുന്ന സമയത്താണ് പേടി. മഴക്ക് ഞങ്ങൾ സുരക്ഷിതമായിട്ട് പിള്ളേരെ നോക്കും. അമ്മമാർ പറയാറുണ്ട് വീടിനേലും സുരക്ഷിത അങ്കവാടിയാണെന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ അതേപോലെ നോക്കും. ഇപ്പം കടൽ കയറുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഏത് സമയത്താണ് കടൽ ഇങ്ങനെ വന്നതെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പം അത് കാരണം അമ്മമാർക്ക് പേടിയാണ്. ഈ വർഷം കൂടുതലായിരുന്നു. ഈ വർഷം നന്നായിട്ട് കയറിയായിരുന്നു. നന്നായിട്ട് ചെളിയും വെള്ളമൊക്കെ അകത്തുണ്ടായിരുന്നു, എല്ലാം വൃത്തിയാക്കിയതാണ്. എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരില്ലേ? എപ്പോഴും ക്ലീൻ ചെയ്ത്, പിന്നെ ഇവിടെ പരിസരവാസികളൊക്കെ നമുക്ക് വന്ന് ക്ലീൻ ചെയ്തൊക്കെ തരും. അങ്ങനെ ഇപ്പോൾ വെയിലിയുടെ അകത്തൊക്കെ ആണെങ്കിലും നിറച്ചും വെള്ളമൊക്കെ ആയിരുന്നു. ഈ പാകിലും ഇതൊക്കെ ഇട്ട് എല്ലാം പരിസരവാസികളൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ അവിടെ വന്നിട്ട് പെരയുടെ അകത്ത് വരെയൊക്കെ വെള്ളം കയറിയതാണ്. ഇവിടെയും വെള്ളം കയറും. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് പോലും അതിൻ്റെ മേലെ ഇങ്ങോട്ട് പോകുന്നതാണ്. കാരണം നമുക്ക് നേരെ ഓപ്പോസിറ്റ് അല്ലേ, വരുമ്പോൾ നമുക്കുള്ളിൽ പേടി, കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഓടും. ഇവിടെ നീന്തി ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മൊത്തം വെള്ളമായിരിക്കും, കുറവും അതാണ്. വീട്ടിലാകുമ്പോൾ അവിടെ പാരൻസിൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ, ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാവരും ദൂരസ്ഥലങ്ങളിലുള്ള ആൾക്കാരല്ലേ, അവിടെ നിന്നൊക്കെ നീന്തി വരണ്ടേ ഇങ്ങോട്ടേക്ക്. ചെളിയായിരുന്നു. ഇപ്പം മെനയക്കണതാണ്. നമുക്ക് കഴിയുമ്പോഴത്തേക്കും അടിച്ച് വെള്ളം പോകണതനുസരിച്ച് അടിച്ച് ഇടയ്ക്ക് കിടക്കണോണ്ട് അഴുക്കെല്ലാം പോകും. ഇല്ലെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കും. സൈഡിലൊക്കെ കണ്ടില്ലേ ചവറും ഇതൊക്കെ എല്ലാം. ഇവിടെയുള്ള വേസ്റ്റ് മുഴുക്കനെല്ലാം ഇങ്ങോട്ടല്ലേ പോകുന്നത്.